എവിടെ പോവാ എവിടെ പോവാ? ഒരു സ്ഥലം വരെ പോവാം, പിന്നെ പറയാം. ഇപ്പോൾ അവിടെ വരെ പോയിട്ട് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്ട് തുടങ്ങിയിരിക്കുകയാണ് അമ്പലത്തില്. ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. കൊച്ചോളുണ്ട്, മ്യാമിയുണ്ട്, ചിപ്പിയുണ്ട്. വന്നപ്പോഴേ എല്ലാവർക്കും ഞാൻ ജോലി കൊടുത്തു. മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ചിപ്പി കൊച്ച. ക്ഷീണിച്ചിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടേക്കും. ചേച്ചി അവിടെ വേണ്ട. ചീമപ്പുളിയൊക്കെ അരിഞ്ഞു വെച്ചേക്കും, അച്ചാറിടാം മാമി കേട്ടോ. ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തോരനോ അച്ചാറോ ഇത്? എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് ചോറ് തന്നില്ലോ. വന്നതേ ഉള്ളൂ. വന്ന് അമ്മമ്മയുടെ അടുക്കലൊക്കെ ഒന്ന് കയറി, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ. ഇവര് മാമിയും കൊച്ചോളും കൂടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു. ചിപ്പി വൈകിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോട്ട് വന്നു. ഇനിയിപ്പോ അത്താഴത്തിന് ഞാൻ അരിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് പോയി. ചോറ് ഇരിപ്പുണ്ട്, മോര് കറി വെക്കണം, ഒരു തോരൻ വെക്കണം, മീൻ മേടിച്ചുകൊണ്ട് വന്നു, ഉലുവ മീൻ കൊണ്ടുവന്നു, അത് കറി വെക്കും. അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പം ഇടയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ ഓൺ വോയിസ് തന്നെ എടുക്കും കേട്ടോ. ഇന്ന് അമ്പലത്തിൽ ഏതാണ്ട് പാട്ടോ ഏതാണ്ട് ഉണ്ട്. നാളെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇതുണ്ട്, നമുക്കത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. നല്ല തിരക്കായിരിക്കും, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഇവിടെ ഇരുന്നാലും പരിപാടിയൊക്കെ കേൾക്കാം, പാട്ടൊക്കെ കേൾക്കാം. പക്ഷെ പോയി കാണുന്നതൊരു വേറൊരു സന്തോഷമല്ലേ. അപ്പം നോക്കാം. തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പടയണി കാണാൻ 8ാം പടയണിയുടെ അന്നാണ് മെയിൻ ദിവസം. അതുകൊണ്ട് അന്ന് പോകാമെന്നാണ് എൻ്റെ വിചാരം. മോനുകുട്ടൻ കുളിക്കാൻ കയറി എൻ്റെ മേളോട്ടോ. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. അടുക്കളയിൽ പണികളുണ്ട്, അത്താഴം റെഡിയാക്കട്ടെ. ചേച്ചി ഇത് കണ്ടോ? ചേച്ചി സാമ്പ്രാണിക്കട്ട ഇത് ഇത്രയുണ്ട്, നല്ല മണം. മോനിക്കൂടെ എന്റെ ഫോണിൽ എടുത്തേടാ. എന്താ ചേട്ടാ എടുത്താല്? അയ്യോ, ഇങ്ങോട്ട് നോക്കിയ മോനുകൂട്ടൻ തേങ്ങ തിരുമ്മി വിയർത്ത്. രണ്ടാമത്തെ തേങ്ങ. അടുത്ത ആള്. ഒരാൾ അവിടെ നടുവിനും കൈ കൊടുത്തിരിക്കുന്നു, ഒരാൾ കണ്ട് ഇവിടെ വയറിനും കൈ കൊടുത്തു. ഒരുത്തി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ എഴുന്നേറ്റ് ഓടി. നമുക്ക് ചീമപ്പുളി അച്ചാറിടാം പ്രിയങ്ങളെ. വെളിച്ചെണ്ണ കേട്ടോ, നല്ലെണ്ണ ഇരിപ്പില്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചേ. ഉലുവ ഇട്ടു. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ചേർത്തു. മാമിയുടെ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് പ്രിയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാമിയോട് ചോദിച്ചെങ്കിലും ആ റെസിപ്പികളൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്.
അതിനുള്ള സമയവും സാവകാശവും ഒന്നും കിട്ടുന്നില്ല. വരുമ്പോഴും തിരക്ക്, പോകുമ്പോഴും തിരക്ക്. മാമി ഇതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ കൈപ്പുണ്യം എന്ന് പറയുന്നത് വേറൊരു രീതിയാണല്ലോ. ആ രുചി എന്തായാലും ഞാൻ അച്ചാറിടുന്നതിന് കിട്ടത്തേ ഇല്ല കേട്ടോ. അത് അതിനകത്തൊന്നല്ല, വേറെ ഞാൻ പറയാം, കാണിക്കാം. ചാറ് വേണ്ട, ചാറ് അല്ലെങ്കിൽ ഇപ്പം ഇത് ഈ കുറച്ച് ഇരിക്കുമ്പോൾ അങ്ങ് ചാറിറങ്ങും. വേണ്ട. നോക്കുന്നുണ്ട് എനിക്ക്. അച്ചാർ ഇട്ടു, മോരുകറി വെച്ചു. നമ്മുടെ ഉലുവാമീൻ കൊണ്ടുവന്ന് ഞാൻ കട്ട് ചെയ്താൽ കൊണ്ടുവന്ന് അത് മാമിയെ കൊണ്ടാണ് കറി വെപ്പിച്ചത് കേട്ടോ. ചിപ്പിയും കൊച്ചോളും കൂടെ ഞാൻ വെക്കുന്ന മീൻകറി കൂട്ടണമെന്ന് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് മാമി വെക്കുന്ന മീൻകറി കൂട്ടണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാബേജ് തോരനും ഒക്കെ വെച്ചു. കൊച്ചോളെ മീൻകറി ഒരാൾ വിളമ്പി കഴിഞ്ഞിട്ട് അടുത്ത ആൾ വിളമ്പും. മീൻകറി ചപ്പാത്തിയാണോ? മീൻകറി ചോറ് വേണ്ട, ചോറ് കുഞ്ഞിന് എന്തോ വേണ്ടേ? ചോറ് ഹലോ. ആ വരും. അപ്പോൾ വെളിയിലെടുത്ത് വെച്ചാൽ അവർ 8 മണിയാകുമ്പോൾ വരും. ഇതിലോട്ട് വെച്ചേരെ, ഞാൻ വന്നെടുത്തോളാം. അല്ല മറ്റേ അതൊക്കെ ഇരിക്കുന്നതിനകത്ത് മറ്റേ ഇൻവേർട്ടറോ അല്ല വെളിയിലേ അതൊക്കെ ഇരിപ്പില്ലേ കറണ്ടിന്റെ? പിന്നെ ഞാൻ കൊല്ലു കളയുന്നത്. 65-68 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവരും അത്താഴമൊക്കെ വിളമ്പിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്കുള്ളത് വിളമ്പുവാണ്. ചോറ് വിളമ്പി. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചീമപ്പുളി അച്ചാർ. അപാര രുചിയാണ് പ്രിയങ്ങളെ. ഞാനൊരു ദിവസം ഉറപ്പായിട്ടും മാമിയുടെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, മോര് കറിയുണ്ട്. പിന്നെ നമ്മൾ ഉലുവ മീനാണ് കറി വെച്ചത്. അതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു മടിയൊക്കെ ഉണ്ട്. കാരണം അത് ദശയ്ക്കകത്ത് മുള്ളുണ്ടല്ലോ, അത് ഇളക്കി കൂട്ടുന്നത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്, ശ്രദ്ധിക്കണമല്ലോ. അതിനാർക്കും ക്ഷമയില്ല, അതുകൊണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയുള്ള മീനല്ലേ ഉലുവ മീൻ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം. ഇന്ന് 5-ാമത്തെ ദിവസമാണ് അമ്പലത്തിലെ പടയണി. നാളെ നമുക്ക് പോകണം. നാളെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളോടെല്ലാം പിന്നെയും സ്നേഹം. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.